നമസ്കാരം. പ്രധാന വാർത്തകൾ. നാവികസേനയ്ക്കായി കെൽട്രോണിന്റെ സോളാർ വൈദ്യുത നിലയം. മലപ്പുറം കോളത്തൂരിൽ ശബരിമലയ്ക്ക് പോയ കുട്ടിക്ക് നേരെ പീഡന ശ്രമം. 60കാരൻ പോലീസ് പിടിയിൽ. മോഹൻ ബഗാൻ സൂപ്പർ ജെയിൻസിനെതിരായ മത്സരത്തിൽ കേരള ബ്ലാസ്റ്റേഴ്സിന് എതിരില്ലാത്ത ഒരു ഗോൾ ജയം. വാർത്തകൾ വിശദമായി. ഇന്ത്യയുടെ നാവികസേനയ്ക്കായി കെൽട്രോൺ കൺട്രോൾസ് നിർമ്മിച്ച സോളാർ വൈദ്യുത നിലയം ഉദ്ഘാടനം ചെയ്തു. മന്ത്രി പി രാജീവ് ഫേസ്ബുക്ക് പോസ്റ്റിൽ ഇക്കാര്യം പങ്കുവച്ചു. സേനയ്ക്ക് കീഴിലുള്ള ആലുവയിലെ നാവിക പ്രതിരോധ ഉപകരണ സംഭരണശാലയുടെ സ്ഥലത്താണ് 2 മെഗാവാട്ട് ശേഷിയുള്ള പുതിയ സൗരോർജ വൈദ്യുത നിലയം സ്ഥാപിച്ചിരിക്കുന്നതെന്നും മന്ത്രി കുറിച്ചു. സോളാർ പ്ലാന്റ് പ്രവർത്തന സജ്ജമാക്കുന്നതിനായി 15.2 കോടി രൂപയുടെ ഓർഡറാണ് കെൽട്രോണിന് ലഭിച്ചതെന്നും KSEB ഇതിനായി പ്രത്യേക പവർ ലൈൻ സ്ഥാപിച്ചുവെന്നും മന്ത്രി വ്യക്തമാക്കി. പ്രവർത്തന നിരീക്ഷണത്തിനായി സ്കോഡോ സംവിധാനങ്ങളും ഒരുക്കിയിട്ടുണ്ട്. കെൽട്രോൺ നടപ്പിലാക്കിയ ഈ പദ്ധതിയിലൂടെ പ്രതിവർഷം 25 ലക്ഷത്തിലധികം യൂണിറ്റ് വൈദ്യുതി ഉൽപ്പാദിപ്പിക്കാൻ സാധിക്കുന്നതാണെന്നും മന്ത്രി പറഞ്ഞു. മലപ്പുറം കോളത്തൂരിൽ ശബരിമലയ്ക്ക് പോയ കുട്ടിക്ക് നേരെ പീഡന ശ്രമം. സംഭവത്തിൽ കോളത്തൂർ സ്വദേശിയായ 60കാരനെ കോളത്തൂർ പോലീസ് പിടികൂടി. മലപ്പുറം ചൈൽഡ് ലൈനിൽ ലഭിച്ച പരാതിയെ തുടർന്നാണ് അറസ്റ്റ്. കഴിഞ്ഞ ദിവസം പാലക്കാട് 3 വയസ്സുകാരിക്ക് നേരെ ലൈംഗികാതിക്രമം നടന്നിരുന്നു. സംഭവത്തിൽ 77കാരനെയാണ് പോലീസ് പിടികൂടിയത്. മാതാപിതാക്കൾക്കൊപ്പം ഉറങ്ങിക്കിടന്നിരുന്ന കുട്ടിയെ 50 മീറ്ററോളം എടുത്തുകൊണ്ടുപോയാണ് പ്രതി ലൈംഗികാതിക്രമത്തിന് ഇരയാക്കിയത്. ഇനി കായിക വാർത്ത. ഇന്ത്യൻ സൂപ്പർ ലീഗിൽ മോഹൻ ബഗാൻ സൂപ്പർ ജെയിൻസിനെതിരായ മത്സരത്തിൽ കേരള ബ്ലാസ്റ്റേഴ്സിന് എതിരില്ലാത്ത ഒരു ഗോൾ ജയം. ഇതോടെ പോയിന്റ് പട്ടികയിൽ ബ്ലാസ്റ്റേഴ്സ് തലപ്പത്തെത്തി. ഗ്രീക്ക് സൂപ്പർ സ്ട്രൈക്കർ ദിമിത്രിയോസ് ഡയമൻഡാക്കോസാണ് ബ്ലാസ്റ്റേഴ്സിനായി ഗോൾ നേടിയത്. സാൾട്ട് ലേക്ക് സ്റ്റേഡിയത്തിൽ ബ്ലാസ്റ്റേഴ്സിന്റെ മുന്നേറ്റത്തോടെയാണ് മത്സരം തുടങ്ങിയത്. കളിയുടെ തുടക്കത്തിൽ തന്നെ ബ്ലാസ്റ്റേഴ്സ് ആക്രമിച്ചാണ് കളിച്ചത്. 4-ാം മിനിറ്റിൽ പ്രതിരോധ താരത്തിൽ നിന്ന് പന്ത് തട്ടിയെടുത്ത് ബോക്സിന്റെ മധ്യത്തിൽ നിന്ന് ദിമിത്രിയോസ് തൊട്ടടുത്ത ഒരു ഇടങ്കാൽ ഷോട്ട് ബാറിൽ തട്ടി പുറത്തേക്ക്. വാർത്തകൾ അവസാനിക്കുന്നു. നേരിന്റെ വാർത്തകൾ നിങ്ങളുടെ വിരൽത്തുമ്പിൽ എത്താനായി സാക് ന്യൂസ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്തും ഷെയർ ചെയ്തും ഒരു ശരിയായ മാധ്യമ നിലപാടിന് നിൽക്കാൻ ഞങ്ങൾ നിങ്ങളെ ക്ഷണിക്കുന്നു.